ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ ഇത്തിരി ലേറ്റായി പോയി. അപ്പോൾ എൻ്റെ മോളുടെ പരാതി. കമ്മൽ എന്ത് പറ്റി? പിന്നെ നേരെ അഞ്ജുവിനെയും വിളിച്ച് വണ്ടി എടുത്തങ്ങ് ഇറങ്ങി. നേരെ കോതമംഗലത്തേക്ക്. കടകളെല്ലാം അടച്ചു കാണുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അവസാനം കടയിലെത്തി. 2 ദിവസം മുന്നേ മോളുടെ കമ്മൽ പൊട്ടിപ്പോയി. കുഞ്ഞപ്പന് പിന്നെ കമ്മൽ സെലക്ട് ചെയ്തു. അവിടെ നിന്ന് തന്നെ നമ്മൾ ഇട്ടു കേട്ടോ. പിന്നെ അവൾക്കൊരു അരഞ്ഞാണോ എടുത്തായിരുന്നു. സ്വർണത്തിൻ്റെ വിലയുടെ പോക്കറിയാലോ, അതുകൊണ്ട് സിൽവറിലോട്ടൊന്ന് സ്വിച്ച് ചെയ്തു. എന്നാൽ പിന്നെ പാദസരം കൂടി എടുത്താലോ ഒന്ന് അഞ്ചു. ഞാനും ഒന്നും മിണ്ടിയില്ല. ഇത് കുഞ്ഞപ്പൻ്റെ പഴയ സിൽവറാണേ, ഇതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാദസരം കൂടി എടുത്തു. മോളുടെ 28-ന് ആദ്യമായി വാങ്ങിച്ച തളയായിരുന്നു കേട്ടോ ഇത് ഞാൻ കൊടുത്തില്ല, തിരിച്ചു കൊണ്ടുവന്നു. എന്തോ കൊടുക്കാൻ മനസ്സ് വന്നില്ല. രാജ്യം കീഴടക്കിയ രാജാവിനെ പോലെയായി ഇപ്പോൾ കുഞ്ഞപ്പൻ. അവളെ തന്നെ കണ്ട് അവളുടെ കണ്ണ് തള്ളിപ്പോയി. ബില്ല് കണ്ട് ഞാനും. മൂക്ക് നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മൂക്കുത്തിയൂടെ വാങ്ങിക്കേണ്ടി വരുമെന്ന്. വീട്ടിലെത്തി അമ്മാമ്മയോട് വിശേഷം പറയുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. സ്വർണത്തിൻ്റെ വില കൂടുന്നത് പോലെ തന്നെയാണ് കേട്ടോ വെള്ളിയുടെ വിലയും കൂടുന്നത്. പിന്നെ ഇങ്ങനെയെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മക്കളുടെ മുഖത്തുള്ള ഒരു സന്തോഷം, അത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പെൺകുട്ടികളുള്ള അച്ഛന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.